അലിയാർ തങ്ങളെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കിയ ഫാത്തിമ ബീവി അവിടുത്തെ ആഗ്രഹങ്ങളൊന്നും പ്രത്യേകിച്ചൊന്നും പറഞ്ഞിരുന്നില്ല. പക്ഷേ ഫാത്തിമ ബീവി ഗർഭിണിയായ സമയത്ത് കുറച്ച് ഈത്തപ്പഴം കഴിക്കാനുണ്ടെന്നൊരാഗ്രഹം അലിയാർ തങ്ങളോട് പറഞ്ഞപ്പോൾ ആ ഈത്തപ്പഴം വാങ്ങാൻ വേണ്ടി പല ആളുകളോടും കടം ചോദിച്ചു. എവിടുന്നും കിട്ടിയില്ല. അവസാനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത ഒരു പടയങ്കി പണയം വെച്ച് കൈ നിറയെ നല്ല മധുരമുള്ള ഈത്തപ്പഴമായി ഇങ്ങനെ വരുന്ന സമയത്താണ് മദീന പള്ളിയുടെ അടുത്ത് കുറച്ച് പാവപ്പെട്ട മനുഷ്യരിങ്ങനെ ഇരിക്കുന്നുണ്ട്. അലി തങ്ങളെ കയ്യിലുള്ള ഈത്തപ്പഴം കണ്ടിട്ട്, അലിയാരെ, ഞങ്ങൾക്കതിന്നൊരു ഈത്തപ്പഴം തരുമോ എന്ന് ചോദിച്ചു. ആ കയ്യ് അവരെ ഇടയിലേക്ക് ഇങ്ങനെ നീട്ടിക്കൊടുത്തപ്പോൾ കൈ നിറയെ ഉണ്ടായിരുന്ന കാരക്ക മുഴുവൻ ഓരോന്നോരോന്നായി ആ പാവപ്പെട്ട മനുഷ്യരിങ്ങനെ കഴിച്ച് കാലിയായ കയ്യുമായി വീട്ടിലേക്ക് എത്തിയപ്പോൾ ചിരിച്ചുകൊണ്ട് ഫാത്തിമ ബീവി തൻ്റെ അടുത്തുള്ള ഗോതമ്പ് അലിയാർ തങ്ങളെ മുമ്പിലേക്ക് ഇങ്ങനെ നീട്ടിക്കൊടുക്കുന്നുണ്ട്. അലിയാർ തങ്ങൾ ചോദിക്കുന്നുണ്ട്, ഫാത്തിമ, നീ എന്തേ എന്നോട് ആ ഈത്തപ്പഴത്തെ കുറിച്ചൊന്നും ചോദിക്കാത്തെ? അപ്പൊ ഫാത്തിമ ബീവി പറയുന്നുണ്ട്, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആ ഈത്തപ്പഴം കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ എന്നേക്കാൾ അർഹതപ്പെട്ട ആർക്കോ നിങ്ങളത് കൊടുത്തിട്ടുണ്ട്. രണ്ട് മനുഷ്യരാണെങ്കിലും ഒരേ ഹൃദയമായിരുന്നു അവർക്ക്. ദ പെർഫെക്റ്റ് കപ്പിൾ ഓഫ് ഓൾ ടൈം, ഫാത്തിമ ബീവിയും അലിയാർ തങ്ങളും റളിയല്ലാഹു